ചെടി അങ്ങോട്ട് വെക്കടി. അമ്മ ഞാൻ കഴുകി തരാം. അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് പ്ലീസ് പ്ലീസ് പ്ലീസ്. നമസ്കാരം ബാബു. നമസ്കാരം ബാബുട്ടാ. എന്തായി, പൈസ കിട്ടിയോ? അതെയോ? ഇല്ല, എൻ്റെ ഒന്നും ആയില്ല. ചിലപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടും. ഞാൻ 1-2 പേര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാബുക്കുട്ടൻ വിചാരിച്ച 10 രൂപ മുറിക്കാൻ പറ്റുമോ? പറ്റൂലേ? ഇല്ല ബാബുക്കുട്ടാ, ഞാൻ വിളിക്കാം. പിന്നെ അതൊക്കെ ചെയ്യും. പിന്നെ ഇല്ല. അല്ല, ശരി. നിനക്ക് ഇത്ര പൈസക്ക് അത്യാവശ്യം തോന്നുന്നു? എന്താ നിനക്ക് പൈസക്ക് ഇത്ര അത്യാവശ്യം തോന്നുന്നു? പൈസക്ക് അത്യാവശ്യം ഇത് എനിക്ക് ആവശ്യത്തിനുള്ള പൈസ അല്ല. പിന്നെ ഇത് നമ്മുടെ പാർട്ടിയുടെ പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, പാർട്ടി മന്ദിരം, പാർട്ടി ആസ്ഥാനം പുതിയ വലിയ എമൗണ്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പാർട്ടിയില് നമ്മളെ ഓരോ അംഗങ്ങളും 10,000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ അതിപ്പം എന്നെപ്പോലെ ഈ ഒരു പ്രമുഖൻ ഇത്രയും വലിയ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ 10,000 കൊടുത്താൽ പോരാ. മറ്റു പാർട്ടിയിലൊക്കെ ആണെങ്കിൽ 50,000 രൂപയെങ്കിലും കൊടുക്കണം. നിന്റെ കയ്യിലേക്ക് ഇല്ലെന്ന് പറഞ്ഞാ പോരെ? അതെങ്ങനെ അമ്മ ഇല്ലാന്ന് പറയും? നമ്മൾ പാർട്ടിയുടെ ആരാ? ഞാനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ്. നമ്മളിതൊക്കെ മാതൃകയാക്കിയാലേ അണികൾ അതനുസരിച്ചിട്ട് അവരും ചെയ്യുള്ളൂ. അപ്പൊ ഇല്ലാതെ നമ്മൾ എന്തോ ചെയ്യാനാ? അല്ല, സംഗതി എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് പാർട്ടിക്ക് അങ്ങ് കൊടുക്കും. എൻ്റെ ഈ പ്രവർത്തനവും സേവനവും ഒക്കെ വിലയിരുത്തിയിട്ടാണ് ഇപ്പം തന്നെ പാർട്ടി എനിക്ക് ഈ പൈസ ഇങ്ങനെ കുറച്ച് തന്നത്. കുടിക്കാൻ ഡാഡിക്ക് ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ. അമ്മ ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ വേറൊരു കാര്യം ആലോചിക്കുക. ഒരു പേഴ്സണൽ ലോൺ എടുത്താലോ? അത് നിനക്ക് പേഴ്സണൽ ലോൺ കിട്ടുമോ? എനിക്കല്ല അമ്മ, അമ്മയുടെ പേരിൽ ഒരു പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ മാസം നമ്മുടെ പെൻഷൻ കിട്ടുമല്ലോ. അതിൽ നമുക്ക് കുറച്ച് അടച്ചാൽ 10,000 രൂപ അങ്ങനെ ചെയ്യാം. 1,000 രൂപ കിട്ടുന്നതിൽ ഇനിയിപ്പോൾ 10,000 രൂപ. വെള്ളം ചോദിച്ചാൽ 2 ദിവസം സമാധാനമായിട്ട് നിൽക്കാൻ വന്നതാ. അതിനെ കൊല്ല ചെയ്യരുത്. ഞാൻ അമ്മ എന്ത് ചെയ്തു? ഇപ്പൊ എന്താ പറഞ്ഞത് നിങ്ങള്? ഞാൻ അമ്മയുടെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഞാനിങ്ങോ കുത്തിയെടുക്കും. ഞാൻ 10,000 രൂപ പാർട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കഥയും പരകഥ ഇല്ലെങ്കിൽ വല്ല ചായക്കടയിലും പണിയെടുക്ക. അവിടെ പോയി അതിന് ഡാഡിക്ക് പാചകം അറിഞ്ഞൂടല്ലോ. പാത്രം കഴുകാനും വെള്ളം കോരാനൊന്നും പാചകമൊന്നും അറിയണ്ട. അയ്യോ, ഇത്രയും നാളൊക്കെ ഇവിടെ കുടുംബം കഴിഞ്ഞു പോയത് ഈ എന്റെ ഒരു പൊതുപ്രവർത്തനം കൊണ്ടൊക്കെ തന്നെ. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഈ കള്ളത്തരം കാണിച്ചിട്ടുള്ള പൈസ ഞങ്ങൾക്ക് വേണ്ട. എടീ, ഞങ്ങള് പൊതുപ്രവർത്തകർക്കും വായും വയറും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ തെണ്ടാ പോണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്തിരി കൂടുതലാ. എന്തോന്ന് തണ്ടല്ലോ, വായും വയറും. ഓ, തള്ളേ മോളും കൂടെ കച്ചകെട്ടി ഇറങ്ങിയൊക്കെയാണ് രാവിലെ എന്നെ അങ്ങോട്ട്. ഇത് കണ്ടല്ലോ തങ്കം ചേച്ചി, എന്താ ഇവിടെ ബഹളം? അങ്ങോട്ട് റോഡ് വരെ കേൾക്കാലോ. എന്റെ പൊന്നു മോളെ, ഒന്നും പറയണ്ട ഇവിടുത്തെ ബഹളത്തിന്. എന്ത് നീ വന്നെന്തേ? അത് ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്നാ, ഞാനും അമ്മളിച്ചേട്ടനും കുറച്ച് കഴിഞ്ഞൊരു സ്ഥലം വരെ പോകും. എവിടെ? ഞങ്ങൾ അമ്മാവനെ കാണാൻ വേണ്ടിട്ട്. മരിച്ചോ? ക്ലിറ്റസേട്ടന്റെ വായിൽ ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഓ, ആ അമ്മാവനെ കാണാനാണോ? ഡിസ്ചാർജ് ആയില്ലേ ഇതുവരെ? നാളെ ഡിസ്ചാർജ് ആവും. എന്നാ പിന്നെ നാളെ വീട്ടിൽ പോയി കണ്ടാ പോരെ? ഏയ്, ഇന്ന് പോണം. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി. അയ്യോ, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡിസ്ചാർജ് ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? അങ്ങനെയല്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി കണ്ടില്ലെങ്കിലേ പരാതി വരും. നാളെ രാവിലെ വരും തിരിച്ച്. പോയിട്ട് വരാം. അമ്മ ഉണ്ടാവില്ലേ നാളെ? ഇവിടെ കാണാം. ശരി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. ജമന്തിയുടെ അച്ഛനും എവളെ അമ്മാവനും രണ്ടുപേരും ഒരു കൂട്ടാ. ചാവയുള്ള കട്ടിൽ ഒഴിയേയില്ല. സ്ഥിര ആശുപത്രിയിലും കട്ടിലും കിടപ്പാ. ബാക്കിയുള്ളവർക്ക് അമ്മ ഇങ്ങ് പോരമ്മേ. നമ്മള് പറഞ്ഞു വന്നതേ അമ്മ. അല്ലല്ല, അമ്മയ്ക്കൊന്നും പറയാനില്ല. അമ്മ ഇങ്ങ് പോരെ. ഇനി അധികം അവിടെ നേരം വള 2 നഷ്ടപ്പെടുമ്പോ. ഇതൊക്കെ കള്ളന് കഞ്ഞി വെച്ച പാർട്ടിയാ. അമ്മായി അമ്മയുടെ അടുത്ത് ഒരു മരുമോന് മനസ്സ് തുറക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത വീട് തന്നെ. കഷ്ടം. Alien versus Alien.